Hi guys, welcome back. നമ്മൾ സൈലത്തിൽ 2024 എൻട്രൻസ് പരീക്ഷകൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്കുള്ള റിപ്പീറ്റർ ബാച്ച് ഓൾറെഡി അഡ്മിഷൻ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇനി കുറച്ചും കൂടി സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാം കീമിൻ്റെ സ്കോർ വന്നിട്ടുണ്ട്. പല ആളുകളും റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അവരെ കൺഫ്യൂഷൻ തീർക്കുന്നതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വർഷത്തെ സ്കോർ വെച്ച് നിങ്ങൾക്ക് മികച്ചൊരു കോളേജിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ പല ആളുകളുടെയും കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലം പഠിച്ചാൽ എൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകുമോ, വേസ്റ്റ് ആവുമോ എന്നുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നീറ്റ് കൗണ്ടർ പാർട്സ് അവരെല്ലാം 2, 3, 4 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അവർ ഡിസൈഡ് ആയിട്ടുള്ള കോളേജിലെത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ വർഷം വിചാരിച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ടോപ്പ് ബ്രാഞ്ചിലൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷം ഡ്രോപ്പ് എടുക്കുന്നത് വെർത്ത് തന്നെയാണ്. പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾ അതിനെന്ത് ചെയ്യണം, അതിനായിട്ട് മൈൻഡ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവണം, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണം. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം സ്കൂളിൽ +1 +2 പഠിച്ചപ്പോൾ നമുക്ക് പലപ്പോഴും എന്താ പറയുക, ആ സിലബസിൻ്റെ ഫുൾ പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ +2 കഴിഞ്ഞ് ഇനി കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിപ്പോൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിങ്, സാധാ ഒരു കോഴ്സ് ആയിക്കോട്ടെ, ഏത് കോളേജിലും ഏത് ഡിഗ്രിക്ക് ചേർന്നാലും ഇപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും കോളേജിലുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വലിയൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഈ ഒരു ബെനിഫിറ്റ് കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, അപ്പാർട്ട് ഫ്രം നല്ലൊരു അടുത്ത കൊല്ലം നല്ല കോളേജിലേക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫണ്ടമെൻ്റൽസ് എല്ലാം സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഡെഡിക്കേറ്റ് ചെയ്ത്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു തപസ് ചെയ്യുന്ന പോലെയാണ്. നമ്മളത് അത്രയും കൺസിസ്റ്റൻ്റായി ഡെഡിക്കേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ എന്ത് ചെയ്യണം, തയ്യാറാവണം. അപ്പോൾ പല ആളുകളും ചോദിച്ചതെന്ന് വെച്ചാൽ കീം, കുസാറ്റ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. പ്രൈമറിലി ഫസ്റ്റ് ഫോക്കസ് എന്തായിരിക്കും, കീമും കുസാറ്റും ആയിരിക്കും. അപ്പോൾ കീമും കുസാറ്റും ആയിക്കോട്ടെ, നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ടോപ്പ് ബ്രാഞ്ചുകളായ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ പോലുള്ളത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും. നമുക്കറിയാം 4 കൊല്ലം വൃത്തിയിൽ ഈ ഡിഗ്രി പഠിച്ച് പാസ് ഔട്ടായി നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് പ്ലേസ്മെൻറ്റ്സ് ആണ് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഏരിയയിലൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കീം എക്സാമും കുസാറ്റ് എക്സാമും ക്രാക്ക് ചെയ്യലാണ്. അത് ടോപ്പ് റാങ്കോടുകൂടി ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ ടോപ്പ് റാങ്കോടുകൂടി ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. കാരണം 50% ഓഫ് പേപ്പർ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പീറ്റർ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2024 കീമും അതുപോലെ കുസാറ്റും ക്രാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് റിപ്പീറ്റർ പ്രോഗ്രാം. അത് ഫോക്കസ് വിൽ ബി പ്രൈമർലി ഓൺ കീം ആൻഡ് കുസാറ്റ് എൻട്രൻസ് എക്സാംസ്. അതുമാത്രം ചെയ്യുമെന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്കറിയാം എല്ലാ എൻട്രൻസ് പരീക്ഷയുടെയും സിലബസും തന്നെയാണ്, സെയിം തന്നെയാണ്. ഇപ്രാവശ്യത്തെ കീം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ജെയും കീമും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട്. ഓക്കെ, അത്രമാത്രം നിലവാരം കൂടിയ ചോദ്യപേപ്പറായിരുന്നു ഇപ്രാവശ്യം കീമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരേ നിലവാരം തന്നെ, ഒരേ സിലബസ് തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ചും കൂടി മാത്സിന് കൂടുതൽ സമയം എടുത്ത് പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി മാത്സിനൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ബാച്ച്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് കീം ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോകുക എല്ലാം ഉണ്ടാവും എന്നുള്ള മനസ്സിലാക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി ഫോക്കസ് കീമും കുസാറ്റൊക്കെ ആണെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അങ്ങനത്തെ എല്ലാ എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ ഈ റിപ്പീറ്റർ പ്രോഗ്രാം. അപ്പോൾ എന്തുകൊണ്ട് സൈലത്തിൽ ജോയിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റി ലൈനപ്പ് എല്ലാം സൈലത്തിലാണ് ഉള്ളത്. ഓക്കെ, സൈലത്തിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റി അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പബ്ലിക്കലി വിസിബിളാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കീമിന് മുന്നായിട്ടും അതുപോലെ ജെയ്ക്കും പല ക്ലാസ്സുകളായിട്ട് +1 +2 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പ് ഇപ്പോൾ സൈലത്തിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ആ ക്യാമ്പസിൻ്റെ പ്രത്യേകത, സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ്. ഓക്കെ, നമ്മളെപ്പോഴും നിരന്തരം ഒരു സ്ട്രെസ്സിലായിരിക്കില്ല. ഇവിടെ നന്നായിട്ട് സമാധാനമായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസ്, അതുപോലെ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ. ഈ പ്രാവശ്യത്തെ പ്രത്യേകത പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് റിപ്പീറ്റർ ബാറ്റ് എഞ്ചിനീയറിങ്ങിന് ഹൈബ്രിഡ് മോഡലിലാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് പ്യുവർലി എന്താ പറയുക, ഓഫ്ലൈൻ ഫസ്റ്റ് എന്നുള്ള മോഡലിലാണ് നമ്മൾ നടത്തുന്നത്.
അതായത് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, ഡെയിലി ക്ലാസ് ഉണ്ടാവും, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. സൺഡേ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവധി ദിവസം ഉണ്ടാവും. ആ ഡെയിലി ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാക്സിമം ക്ലാസ് നിങ്ങൾക്ക് തരിക, മാക്സിമം പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതേപോലെ തന്നെ മെറ്റീരിയലുകളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം കോട്ടയിൽ നിന്നാണ്. കോട്ട മെറ്റീരിയലാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ കീമൊക്കെ അറിയാം, JEE ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് മറ്റേ JEEയുടെ ക്വസ്റ്റ്യനുകളെല്ലാം ഉൾക്കൊള്ളുന്ന കോട്ട മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്ന രീതിയിൽ ലെക്ചേഴ്സ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റികൾ, എക്സാം സീരീസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ 3-ാം തീയതിയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡെയിലി ഒരു 7 അല്ലെങ്കിൽ 6 hours, 6-നും 7.5-നും ഇടയിലാണ്. അത് നമ്മളെ പ്രാക്ടിക്കാലിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ മാക്സിമം ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ്സിൻ്റെ എന്താ പറയുക, റിഗറിൽ കൂടെ കടന്നുപോയി പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു മെത്തേഡായിരിക്കും നമ്മൾ ഇപ്രാവശ്യം ഫോളോ ചെയ്യാൻ പോകുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം ഓൾറെഡി എന്താണ് റെഡിയാണ്. ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ഇന്ന് തൊട്ട് മെറ്റീരിയൽസൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഇനി കുറച്ചും കൂടി ആളുകൾ എന്താ പറയുക, അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏറ്റവും അടിപൊളി മെറ്റീരിയൽ ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ബുക്കിലാണെന്ന് വെച്ചാൽ 6 ബുക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. 6 ബുക്ക്, +1-ന് 2 ബുക്ക്, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ ബുക്ക്, +2-ന് 2 ബുക്ക്, അതിൻ്റെ സൊല്യൂഷൻ ബുക്ക്. ഇതിന് പുറമെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ഡെയിലി 40 പ്രോബ്ലംസ് വെച്ച് നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതേപോലെ മറ്റ് സബ്ജക്റ്റിലും ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തരുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഹെവിലി പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അപ്രോച്ചിൽ ധാരാളം ക്ലാസ്സുകളും നിങ്ങൾക്ക് അതേപോലെ തന്നെ പ്രോബ്ലം ഷീറ്റുകളും തന്നിട്ടുള്ള ഒരു അപ്രോച്ചിലാവും ഉണ്ടാവുന്നുണ്ടാവുക. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് കോഴിക്കോട് മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ക്യാമ്പസുകളിലും എന്തുണ്ട്, സൈലത്തിൻ്റെ റിപ്പീറ്റർ JEE പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെയൊക്കെ സെയിം സംഭവമാണോ കിട്ടുക? എക്സാക്ട്ലി സെയിം സംഭവമായിരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി നടത്തുന്ന ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ടാവും. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലുള്ള മുഴുവൻ മാത്സ് ഫാക്കൽറ്റി എല്ലാം ഒരുമിച്ചിരുന്ന് അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ലൈഡുകളും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ആ യൂണിഫോം സ്ലൈഡായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ക്ലാസ്സിൽ ഡെലിവർ ചെയ്യാൻ എത്തുന്നുണ്ടാവുക. സെയിം DPP ആയിരിക്കും എത്തുന്നുണ്ടാവുക. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടീച്ചർ നിങ്ങൾക്ക് എന്താണ് സൈലത്തിൻ്റെ യൂണിഫോം കണ്ടൻറ്റും യൂണിഫോം ആയിട്ടുള്ള സിലബസും യൂണിഫോമായ എക്സാംസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സെൻറ്റർ യു ചൂസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള സെൻറ്ററിൽ ചൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്, എല്ലാം നിങ്ങൾക്ക് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ 3-നാണ്. അപ്പോൾ ഇതിൽ വിളിക്കേണ്ട നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ സാധാരണ വിളിക്കുന്ന നമ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുക, നന്നായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡ് മേക്കപ്പ് ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കാം. എങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ ടീം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ വെൽക്കം യു ഓൾ. നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് കണ്ടുമുട്ടാം. സീ യു, ബൈ ബൈ.